സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. റോമാക്കാരുടെ ലേഖനം അതിന്റെ 6-ാം അധ്യായം 7-8. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ അത് ഇന്നലെയല്ല, ഇന്നല്ല, നാളെയല്ല, എല്ലാ നാളും മോചനം പ്രാപിച്ചു. അതാണ് നമ്മുടെ ധൈര്യം. പാപത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് ഞാൻ മോചനം. അതാണ് അനുഗ്രഹം. പാപിയായ മനുഷ്യന്റെ ദുരിതം, സകല ദുരിതവും അവന്റെ മേല. എന്ന പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവന്റെ അനുഗ്രഹം സകലത്തിലും അവൻ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് യേശുവിന്റെ മേൽ കർത്തൃത്വമില്ലെന്ന് ഞാൻ അറിയുന്നു. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിനായി ജീവിക്കുന്നു. ആ വണ്ണം ഞാനും പാപസംബന്ധമായി മരിച്ചെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നുവെന്നും എന്നെ തന്നെ ഞാൻ ഇന്ന് പകരം ഈ ആഴ്ചവട്ടവും എണ്ണുന്നു. ഇങ്ങനെ എണ്ണി വായ കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസവചനം ഏറ്റുചൊല്ലി വാ കൊണ്ട് ഏറ്റുപറയുന്നവനാണ് അനുഗ്രഹമായിരിക്കുന്നത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ മോചിക്കപ്പെട്ടതാ. ക്രിസ്തുവിൽ ഞാൻ എന്താണ്? അനുഗ്രഹമായിരിക്കുന്നു. 16 നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവരെ ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. മരണത്തിന് ദാസരായി തീരും നിങ്ങൾ പാപികളാണെങ്കിൽ. അപ്പൊ പാപികളെന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനും പാപിയാണെന്ന് പറഞ്ഞാൽ ഞാനും മരണത്തിന് ദാസനായി. ഞാൻ നീതിക്ക് ദാസനല്ല. നിങ്ങൾ ഏതിന് ദാസന്മാർ? നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നു. എങ്ങനെ തീർന്നു? താഴെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിയുടെ ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സന്തോഷം വരണം. നീതിക്ക് ദാസന്മാരായി തീർന്നാൽ ഗുണം. എന്റെ കണ്ണ് നേരെയാകും, എന്റെ ഹൃദയം നേരെയായി, എന്റെ കാത് നേരെയായി, എന്റെ നാവ് നേരെയായി, ജീവിതം നേരെയായി. പിശാചിനെ പുറത്താക്കാൻ നീതിക്ക് ദാസന്മാരായി തീർന്ന ഉപദേശം ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ പിശാച് ഔട്ട്. ഒറ്റ സംഭവമുള്ള നീതിക്ക് ദാസന്മാരായി തീരണം. നീതി, ദൈവത്തിന്റെ നീതി യേശു ക്രിസ്തുവ. ദൈവം നീതിമാൻ എന്ന് തെളിയിച്ചത് യേശു ക്രിസ്തുവ. നാമത്തിൽ ഞങ്ങൾ ഈ ആഴ്ചവട്ടം അനുഗ്രഹമായി മാറുവാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ നിറയണം. ഞങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത ഞങ്ങളെ ആക്കുവാൻ പരിശുദ്ധാത്മാവിനും ഞങ്ങളോട് കരുണ തോന്നിയല്ലോ, കൃപ തോന്നിയല്ലോ. ഇതിനകത്തിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും കർത്താവിന്റെ കൃപ നിറഞ്ഞല്ലോ. അങ്ങയുടെ മഹത്വമേറിയ വില ഞങ്ങളെ മതിച്ചല്ലോ. യേശുവിന്റെ വില നമ്മെ മതിച്ചു, നമ്മെ ബോധിച്ചു, നമ്മെ അനുഗ്രഹമാക്കി മാറ്റി. യേശുവിന് എന്ത് വിലയുണ്ടോ, യേശുവിന് എന്ത് പ്രാധാന്യമുണ്ടോ, ആ പ്രാധാന്യം പ്രപഞ്ചത്തിന്റെ മഹത്വമേറിയ യേശുവിന്റെ മഹത്വമേറിയ പ്രാധാന്യം നമ്മൾ
യേശു ക്രൂശിൽ കിടക്കുന്ന കണ്ടിട്ട് കരയാത്ത ആരുമില്ല. ശരിയല്ലേ? യേശു കുരിശിൽ കിടക്കുന്ന കണ്ടിട്ട് കരയാത്ത ആരുമില്ല. ഏത് മനസാക്ഷിയുള്ളവനും കരഞ്ഞു പോകും. യേശുവിന്റെ കിടപ്പ്, യേശുവിനെ അടിക്കുന്നത് ഓർത്താൽ കരഞ്ഞു പോകും, ഇല്ലേ? ശരിയല്ലേ? പക്ഷേ അങ്ങനെ കരഞ്ഞ് ഓരോ വർഷവും കഴിഞ്ഞു പോകുന്നതല്ലാതെ ആ കുരിശിൽ ഞാൻ കിടക്കുന്ന കുരിശാണെന്ന് കണ്ടിട്ടേയില്ല. ആ കുരിശ് കാണുമ്പോ എന്റെ ദൈവം എനിക്ക് മരിക്കാൻ തന്ന സ്ഥലമാണ് ആ കുരിശ്. എനിക്ക് ഉയർത്തുവാൻ തന്ന സ്ഥലമാണ് യേശു. കുരിശ് സന്തോഷിക്കാനായിട്ടാണ് യേശു കൊണ്ടുവന്നത്. നമ്മുടെ സന്തോഷത്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്.